ഈശോമിശിഹായിൽ പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ രോമനച്ചൻ്റെ കുടുംബാംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ചെറുപ്രായത്തിൽ തന്നെ ഈ ലോക ജീവിതം പര്യവസാനിപ്പിച്ച് സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നുപോവുകയാണ് പ്രിയപ്പെട്ട രോമനച്ചൻ. നമ്മൾ ഈ വർഷത്തോടെ വിടവാങ്ങുന്ന ദിവസമാണിന്ന്. ഡിസംബർ 31 രോമനച്ചൻ സമയത്തോടും ഈ ലോകത്തോടും വിടവാങ്ങുകയാണ് എന്ന് പറയാം. പക്ഷേ ആ വിടവാങ്ങൽ നിത്യതയിലേക്കാണ്. അത് നമുക്ക് പ്രത്യാശ പകരുന്ന കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സന്യാസ സമർപ്പിത ജീവിതത്തിൽ ഏതാണ്ട് 20 വർഷക്കാലം, പൗരോഹിത്യ ജീവിതത്തിൽ 11 വർഷം ശുശ്രൂഷ ചെയ്തു, സഭയെ സേവിച്ചു. അദ്ദേഹം പല വിഷയങ്ങളിലും പ്രാഗൽഭ്യം നേടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ അതെല്ലാം വളരെ ഫലവത്തായി. അങ്ങനെ വൈദികാർത്ഥികൾക്ക് നല്ല കൊടുക്കാൻ ജീവിതത്തിലും തൻ്റെ സന്യാസ വിളിയും പൗരോഹിത്യ വിളിയും അന്വർത്ഥമാക്കി. അങ്ങനെ ജീവിതം ഈ ലോകത്തിൽ സംരക്ഷിക്കുവാൻ വേണ്ടതെല്ലാം ചെയ്തു. ഹൃദയം മാറ്റിവെക്കുന്ന ആ നിർണായകമായ ചികിത്സയും തേടി. എങ്കിലും ദൈവഹിതത്തിന് ഇപ്പോൾ പൂർണ്ണമായും നമ്മൾ രോമനച്ചനെ സമർപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ലോക ജീവിതത്തിൽ നമ്മൾ ചെയ്ത എല്ലാ നന്മകളും, നമ്മുടെ നല്ല മനസ്സും വിശ്വസ്തതയും എല്ലാം ദൈവം ഒന്നും മറന്നു പോകാതെ ഓർക്കുന്നു. അതിനെ അനേകം ഇരട്ടിയായിട്ട് പ്രതിസമ്മാനം നൽകുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശയും ശക്തിയും അതുതന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ നല്ല കാര്യം പോലും ദൈവം മറക്കാതെ അതിനെല്ലാം 100 ഇരട്ടി സമ്മാനം നൽകുന്ന ഒരു പിതാവായ ദൈവം. ആ പിതാവിൻ്റെ പക്കലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് അത് വലിയൊരാശ്വാസവും ശക്തിയുമാണ്. പ്രിയപ്പെട്ടവർക്ക്, ഈ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാവർക്കും, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക്, അമ്മ, സഹോദരങ്ങളെ, മറ്റ് ബന്ധുമിത്രാദികളെ എല്ലാവർക്കും അത് ഒരാശ്വാസം പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ കപ്പേറ്റിന് സന്യാസ സമൂഹത്തിന് ഈ പ്രൊവിൻസിലെ എല്ലാവരോടുമുള്ള അനുശോചനം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ കാപാലം ഇടവകാംഗമായ രോമനച്ചൻ ഈ അതിരൂപതയുടെയും ഒരു മകനാണ്. ആ രീതിയിൽ അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ എല്ലാ സേവനങ്ങളെയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രത്യാശയോടെ അച്ഛനെ യാത്രയാക്കാം.